ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിൽ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് തങ്ങൾ 2 ഹെൽഫയർ മിസൈലുകൾ തൊടുത്തതായി US സെൻട്രൽ കമാൻഡ് സമ്മതിച്ചു. ഈ ആഴ്ച ഒമാന് സമീപം ആക്രമിക്കപ്പെടുന്ന ഇന്ത്യൻ ജീവനക്കാരുള്ള മൂന്നാമത്തെ കപ്പലാണിത്. ഇറാനിൽ നിന്ന് ഒമാൻ ഉൾക്കടൽ വഴി നിയമവിരുദ്ധമായി എണ്ണ കടത്താൻ ശ്രമിച്ചതിനാണ് ഗിനിയ ബിസാവോ പതാക ഘടിപ്പിച്ച ഈ കപ്പലിനെതിരെ നടപടിയെടുത്തതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. US സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്നാണ് കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യമാക്കി യുദ്ധവിമാനത്തിൽ നിന്നും മിസൈലുകൾ തൊടുത്തതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. കപ്പലിൽ ആകെ 20 ജീവനക്കാരുണ്ടായിരുന്നതായും അതിൽ 5 പേരെ ആ വഴി കടന്നുപോയ മറ്റ് കപ്പലുകളിൽ രക്ഷപ്പെടുത്തി ഒമാനിലേക്ക് മാറ്റിയതായും ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 13-ന് ഉപരോധം ആരംഭിച്ചതു മുതൽ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത 9 കപ്പലുകൾ US സെൻട്രൽ കമാൻഡ് പ്രവർത്തനരഹിതമാക്കിയതായും നിർദ്ദേശങ്ങൾ പാലിച്ച 135 കപ്പലുകൾ തിരിച്ചുവിട്ടതായും മാനുഷിക സഹായം എത്തിക്കുന്ന 42 കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുമതി നൽകിയതായും അവരുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ നാവികർ ജോലി ചെയ്യുന്ന ടാങ്കറുകൾക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങൾ തീർത്തും ആശങ്കാജനകമാണെന്ന് വിശേഷിപ്പിച്ച വിദേശകാര്യ മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് വ്യാഴാഴ്ച ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാവിക സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും ഞങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ കാര്യം ഞങ്ങൾ പ്രത്യേകം ഊന്നി പറയേണ്ടതില്ലല്ലോ, വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യാഴാഴ്ച പറഞ്ഞു. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്നലെ ഞങ്ങൾ അപലപിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ സംഭവത്തിൽ 3 ഇന്ത്യൻ പൗരന്മാരെ നമുക്ക് നഷ്ടമായി. ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ ഞങ്ങൾ USCDA ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഞങ്ങളുടെ പ്രതിഷേധം US കൃത്യമായി പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസങ്ങളിലായി ഒമാന് സമീപം ആക്രമിക്കപ്പെടുന്ന ഇന്ത്യൻ ജീവനക്കാരുള്ള മൂന്നാമത്തെ കപ്പലാണ് MT ജൽവീർ. പലാവു പതാകയുള്ള സെറ്റെ ബെല്ലോ എന്ന എണ്ണ ടാങ്കറിനു നേരെ US സൈന്യം ഒമാൻ തീരത്ത് വെച്ച് നടത്തിയ ആക്രമണത്തിന് ശേഷം 3 ഇന്ത്യൻ ജീവനക്കാരെ കാണാതായതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇറാനുമേലുള്ള തങ്ങളുടെ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ടാങ്കറിനു നേരെയാണ് വെടിയുതിർത്തതെന്ന് US സൈന്യം വ്യക്തമാക്കിയിരുന്നു. ഇതിനു മുമ്പ് തിങ്കളാഴ്ച ഹോർമൂസ് കടലിടുക്കിന് തെക്ക് ഭാഗത്ത് വെച്ച് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച MT മാരി വെക്സ് എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടാവുകയും കപ്പലിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ അമേരിക്കയോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ജീവനക്കാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്.